ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ഇറ്റാലിയൻ ഐറ്റം ആണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇറ്റാലിയൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മറ്റൊന്നുമല്ല ഒരു പിസ്സ. ചിക്കനും സോസേജും വെജിറ്റബിൾസും എല്ലാം കൂടി സമൃദ്ധമായ ഒരു ജ്യൂസി പിസ്സ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് പിസ്സ ബേസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, ഞാൻ ഈ മെഷറിംഗ് കപ്പ് കൊണ്ട് 2 കപ്പാണ് എടുത്തേക്കുന്നത്. പഞ്ചസാര ഞാനിവിടെ ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്, ടേബിൾ സ്പൂൺ. 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്, 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളം. നമ്മൾ കൈ തൊടുമ്പോൾ ചെറിയ ചൂട് വേണം, അങ്ങനെ ഭയങ്കര ചൂട് പാടില്ല. കുറച്ച് ഉപ്പ്, ഇതൊരു 1/2 ടീസ്പൂൺ കാണും. അടുത്തതായിട്ട് നമുക്കൊരു ടൊമാറ്റോ പേസ്റ്റ് നമുക്കിതിനകത്ത് ഒഴിക്കാനുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 2 മീഡിയം സൈസ് ടൊമാറ്റോ നല്ല പഴുത്തത്, 1 ചെറിയ സവോള കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1.5 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 3 വെളുത്തുള്ളി. ഞാനിവിടെ വെളുത്തുള്ളി 2 എണ്ണം വലുത് പറഞ്ഞാൽ ചെറുതാണ്, നിങ്ങൾക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം എടുത്തോ. 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് ഒറിഗാനോ പൗഡർ. അടുത്തതായിട്ട് പിസ്സയുടെ ടോപ്പിംഗ്സിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് 200 ഗ്രാം നല്ല ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ്, 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിന്റെ പീസസ്. ഞാൻ ഉപ്പ് തേച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ചതച്ച്, അതിൻ്റെ കൂടെ ശകലം ഉപ്പിട്ടിട്ട് ചതച്ച്, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ. ഇത് എല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. പിന്നെ വേണ്ടത് പച്ച ക്യാപ്സിക്കം, ഒരു പകുതി പച്ച ക്യാപ്സിക്കം, ചുമന്ന ക്യാപ്സിക്കം, കുറച്ച് സവോള, ഒരു സവോള ഞാൻ കട്ട് ചെയ്താണിത്, 1 ടീസ്പൂൺ ഫുള്ള് ഒറിഗാനോ പൗഡർ, പച്ച ഒലിവ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ബ്ലാക്ക് ഒലിവ്സും ഇടാം. ഇത് ചെയ്യാൻ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് മഷ്റൂംസ് ഇടാം, അല്ലെങ്കിൽ ഇനി ചെറിയ ചെറിയ പെപ്പറോണി പീസസ് ഇടാം, ഹലപ്പിനോസ് ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇത് ക്രഷ്ഡ് ആയിട്ടുള്ള നമ്മുടെ ചില്ലി, ക്രഷ്ഡ് ചില്ലിയാണിത്. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഇടുന്നത് ഈ ചിക്കൻ പിസ്സയ്ക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ടോപ്പിങ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഈസ്റ്റ് പൊങ്ങാനായിട്ട് വെക്കാൻ പോവുകയാണ്. ഞാൻ ഈ ചെറു ചൂടുള്ള വെള്ളം ഈ പാത്രത്തിൽ ഒഴിച്ചു, എടുത്തു വെച്ചിരുന്ന പഞ്ചസാര മുഴുവൻ ഇട്ടു, ഈസ്റ്റ് ഇട്ടു, നന്നായിട്ട് ഇതുകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് പൊങ്ങാനായിട്ട് വെക്കാം. ചൂടില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്തെന്നിരിക്കും, അത് സാരമില്ല. പക്ഷേ ഇവിടെ ഒരുവിധം ഇപ്പോൾ ഒരു 33 ഡിഗ്രി ചൂടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റിൽ പൊങ്ങി കിട്ടും. നമ്മളിവിടെ പിസ്സയ്ക്ക് വേണ്ട ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം അതിങ്ങനെ പൊളന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി ബാക്കി സ്റ്റെപ്പ് ചെയ്യാം. ചട്ടി അടുപ്പത്ത് വെച്ച് ഞാനിവിടെ ഓയിലാണ് എടുത്തേക്കണത്. 1.5 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. സവോളയാണ്. നമ്മളിവിടെ റെഡിയാക്കി വെച്ച ഈ തക്കാളിയും സവോളയൊക്കെ ചേർന്നത് നല്ല ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാനിതൊരു ചെറിയ മിക്സിയുടെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. നല്ല ഒത്തിരി അരഞ്ഞ് വരണ്ട, ജസ്റ്റ് ഒന്ന് അരഞ്ഞാൽ മതി. എന്നാ ചെറുതായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ നല്ല ഭംഗിയായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിനി ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അതൊക്കെ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്
നമ്മുടെ ചിക്കൻ പീസസ് റെഡി ആയിട്ടുണ്ട്. ഞാനത് എടുക്കുകയാണ്. നമുക്കിനി ഇത് പിച്ചി ഇട്ടിട്ട് നമുക്ക് പിസ്സയുടെ മുകളിലിടാം. നമ്മൾ പിസ്സ ബേസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നേരത്തെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ പിസ്സ ബേസ് ഉണ്ടാക്കുമ്പോൾ ഇത് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് ഒലിവ് ഓയിൽ വേണ്ടത്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. നേരത്തെ ഞാനത് പറയാൻ മറന്നുപോയി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ഉപ്പ് എടുത്തു വെച്ചിരുന്ന ഉപ്പ് മുഴുവൻ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് ഈ ബൗളിലേക്ക് ഇടാം. കുഴി പോലെ നടുക്കുണ്ടാക്കാം. അതിനകത്തേക്ക് ഇത് ഒഴിക്കാം. എന്നിട്ട് പതുക്കെ നമുക്ക് കുഴച്ച് കൊടുക്കാം. നേരത്തെ ഞാൻ ബ്രെഡ് ഉണ്ടാക്കിയപ്പോഴും ബണ്ണ് ഉണ്ടാക്കിയപ്പോഴും ഒരു കൺസിസ്റ്റൻസി വന്നില്ലേ, ആ സെയിം കൺസിസ്റ്റൻസിയിലാണ് ഇത് വരേണ്ടത്. നമ്മൾ മുട്ടയൊന്നും ചേർത്തില്ല എന്ന് മാത്രം. ഇനി ഇത് അസലായിട്ട് കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ച് എടുത്തതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒലിവ് ഓയിലിൽ കുറച്ചൊഴിക്കാം. കുറച്ച് നമുക്ക് ഇനി ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇനി ഒരു ടേബിൾ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കാൻ പോവാണ്. നിങ്ങളുടെ വീട്ടിൽ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അതിലിട്ട് കുഴക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എനിക്കൊരു കുഴയ്ക്കണ ചെറിയ ടേബിളുണ്ട്, ചെറിയൊരു ഉടൻ, അതിനകത്തിട്ട് ഞാൻ കുഴയ്ക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കുഴക്കണം കേട്ടോ. 10 മിനിറ്റ് ഇങ്ങനെ കുഴച്ചതിന് ശേഷം നല്ലൊരു ബോളാക്കി ഇത് വീർക്കാനായിട്ട് വെക്കണം. നല്ല സൂപ്പറായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നല്ല സൂപ്പർ ഡോ ആയിട്ടുണ്ട്. എൻ്റെ പരുവം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കൈ ഞെക്കുമ്പോൾ അങ്ങനെ പൊങ്ങി വരും. അത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ആ എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിരുന്ന പാത്രത്തിൽ നമ്മൾ കുഴച്ചത് ഇതിൽ തന്നെയാണ് ഇങ്ങനെ വെക്കുക. ബാക്കിയുള്ള എണ്ണ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തടവുക. അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ഇതൊരു 45 മിനിറ്റ്സ് മുതൽ 1 അവർ വരെ നല്ല ചൂടുള്ള മുറിയിൽ ഇങ്ങനെ മൂടി വെക്കുക. നല്ലൊരു വൃത്തിയുള്ള തുണി വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിങ് ഫിലിം വെച്ചും ചെയ്യാം കേട്ടോ. നല്ല ചൂടുള്ള മുറിയിൽ വെക്കുക. നമ്മൾ പൊങ്ങാൻ വെച്ച മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇച്ചിരി പൊടി തൂവി, കോണിൻ്റെ പൊടിയും മൈദയുടെ പൊടിയും കൂടിയാണേ. ഒന്നും കൂടി ഒന്ന് അതിൻ്റെ ബബിൾസൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു വലുതും ഒരു ചെറുതും ഉണ്ടാക്കാനുള്ള മാവുണ്ട്. ഇതിൽ നിന്നൊരു ശകലം എടുത്ത് മാറ്റി ഒരു ചെറുതിനും കൂടി എടുത്ത് മാറ്റാൻ പോകാനായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് കൈകൊണ്ട് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ നല്ലൊരു റോൾ പിൻ ഉപയോഗിക്കാം. റോൾ പിൻ നിങ്ങൾക്ക് അറിയാലോ. ഇതിലിങ്ങനെ പൊടി തൂവിയിട്ട് പതുക്കെ പരത്തിയെടുക്കാം. ഇത് ചെറുതായിട്ട് ഇവിടെ കിടന്നിരുന്ന ഒറിഗാനോ പീസസ് ആയതാട്ടോ, കുഴപ്പമില്ല. നല്ല സൂപ്പറായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്തു. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ദേ ഇങ്ങനത്തെ ഒരു 11 ഇഞ്ചിൻ്റെ പാത്രത്തിലാണ്. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് ഏകദേശം ഇതിൻ്റെ അളവ് നോക്കി ആ കറക്റ്റിനാണ് പരത്തിയിട്ടേക്കുന്നത്. നമുക്ക് അല്പം ബട്ടർ എടുത്തൊന്ന് തടവാം. വളരെ കുറച്ച് മതിയേ. ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചോ. എന്നിട്ടിത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. കറക്റ്റായിട്ട് അറ്റം വരെ നിന്നാൽ മതി. ഫോർക്ക് കൊണ്ട് പതുക്കെ ഒന്ന് കുത്തി കൊടുക്കുക. പെട്ടെന്നൊന്ന് കുത്തി കൊടുത്തിട്ട് ആദ്യം ഇടേണ്ടത് ഈ ടൊമാറ്റോ പേസ്റ്റാണ്. കുറച്ച് ബാക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത ചെറിയ പിസ്സ നമുക്ക് അവനില്ലാത്തവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വളരെ ചെറിയ പിസ്സ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് എടുത്ത് വയ്ക്കാം. ഈ ചീസ് സ്ക്രേപ്പ് ചെയ്ത് വെച്ചേക്കണത് ഇടാം. അത് മൊസറല്ല ചീസാണ്. നല്ല ജനറസ് ആയിട്ട് ഇട്ടോളൂ.
എത്ര ജനറസ് ആയിട്ട് ഇടും അത്രയ്ക്ക് ഇത് ഹെവി ആവും, നല്ല ചീസി ആവും. പിന്നെ ഹെവി ഫുഡ് കഴിച്ചു എന്നൊന്നും ആരും പറയരുതേ. നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ പീസസ് അങ്ങനെ മാറ്റി മാറ്റി ഇടാം. നല്ല ഫ്ലേവർ വരുന്നുണ്ട്, നല്ല ജിഞ്ചറും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയ കാരണം കൊണ്ടേ. ക്യാപ്സിക്കം കിടക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂമോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ടോപ്പിങ്സ് ഇടാം കേട്ടോ. റെഡ് ക്യാപ്സിക്കം, ബ്ലാക്ക് ഒലീവ്സും ഇടാട്ടോ. നല്ല കളർഫുൾ ആയിരിക്കും ബ്ലാക്ക് ഒലീവ്സ്. എനിക്ക് പ്രാവശ്യം കിട്ടിയില്ല. ഒണിയൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഒണിയൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. ചില പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല അത് ഇടുന്നത്. ഇനിയും നമ്മുടെ ചീസ്, ഒറിഗാനോ നല്ല ഭംഗിയായിട്ട് ഇതിനകത്ത് ഇടുന്നോട്ടെ. ഒറിഗാനോ ആണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഫ്ലേവർ. ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാം കേട്ടോ. എരിവ് അധികം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ഇടുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. നമ്മളിതേ 2 പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ വലുത് ഞാൻ അവനിൽ വെക്കാൻ പോവാണ്. ഈ ചെറുത് അവനില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ബേക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ നമുക്ക് 190 ഡിഗ്രിയിൽ അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇത് ജസ്റ്റ് ഒന്ന് സെറ്റാവും. എന്നിട്ട് നമുക്കിത് ഒരു 18 മുതൽ 20 മിനിറ്റ് വരെ ഓവനിൽ ബേക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ ക്രസ്റ്റ് കണ്ടാൽ ഏകദേശം മനസ്സിലാവും. പിന്നെ അതിൻ്റെ ടോപ്പിംഗ് ഒക്കെ മുരിഞ്ഞേണ്ടത്. അപ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി അവനില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദേ ഇങ്ങനത്തെ ഒരു പാത്രം, പഴയ ഒരു പാത്രമാണ്. ഞാനത് കുക്കിങ്ങിന് എടുക്കാറില്ല, ബേക്കിങ്ങിന് മാത്രം എടുക്കുകയാണ്. അപ്പോൾ ഈ പാത്രങ്ങൾ നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനത്തെ ഒരു റിങ് ഇറക്കി വെക്കാം. അപ്പം ഡയറക്റ്റ് ടച്ചിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയ പിസ്സ ഇറക്കി വെക്കാം. നല്ല ചൂടാണ്, സൂക്ഷിക്കണം കൈ കൊള്ളാതെ. എന്നിട്ട് മൂടി വെക്കാം. തീ മീഡിയത്തിൽ വെക്കാം. കുറച്ചും വെക്കരുത്, കൂട്ടിയും വെക്കരുത്. മീഡിയത്തിൽ വെക്കാം. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് നോക്കാം. 2 എണ്ണവും നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ് രണ്ടും. വയറാക്കിന്റെ മുകളിൽ വെക്കാം. നമ്മുടെ ക്യാമറമാൻ കൊടുക്കട്ടെ പ്ലീസ്. ക്യാമറമാൻ പ്ലീസ്. ഇങ്ങനെ എടുത്തിട്ട് സൂപ്പർ.